ഹലോ ഗായ്സ്, സുഖമാണോ? അപ്പം ഞാൻ എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മാംഗ്ലൂർ ഒരു കോൺഫറൻസ് വരുന്നുണ്ടെന്ന്. അപ്പോൾ ആ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 3 days മാംഗ്ലൂർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വ്ളോഗ്സ് ആയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ മാംഗ്ലൂരിൽ പോയി വന്നിട്ട് 2 days ആയി. ഞാൻ ഓരോ ദിവസം ഒന്നൊന്നായിട്ട് ടോട്ടൽ 3 daysൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. സോ ലെറ്റ്സ് വെയിറ്റ്. കോൺഫറൻസിൻ്റെ ഡേറ്റ് ഞങ്ങൾക്ക് 10ഉം 11ഉം ആയിരുന്നു. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് 8-ാം തീയതി വൈകുന്നേരം തന്നെ ഇറങ്ങി. കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാന്നുള്ള ഉപരി ഞങ്ങൾക്കിതൊരു കോളേജിൽ നിന്ന് ഫസ്റ്റ് ഒരു ട്രിപ്പായിരുന്നു. സോ ഞങ്ങളിത് മാക്സിമം എൻജോയ് ചെയ്യാനാണ് നോക്കിയായിരുന്നത്. ഞങ്ങളുടെ ട്രെയിന് മജസ്റ്റിക്കിൽ നിന്ന് രാത്രി 9:30-ക്കായിരുന്നു. സോ അവിടെ ഞങ്ങൾ കയറി ഉടനെ ഞങ്ങളവിടെ പാട്ടായി, ഡാൻസായി, ട്രൂത്ത് ആൻഡ് ഡെയർ ആയി, അങ്ങനെ ഞങ്ങൾ ഓരോന്ന് അങ്ങനെ കടന്നപ്പോൾ തന്നെ ലേറ്റായി. ഒരു 2 മണി 3 മണിയൊക്കെ ആയി. എന്നിട്ട് അവിടെ എത്തിയത് ഒരു മോർണിംഗ് ഐ തിങ്ക് 7:30 ആണ് തോന്നുന്നു. അപ്പോൾ അവിടെ എത്തിയതും ആകെ ടയേർഡായിരുന്നു. രാത്രി നേരം ഉറങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ നേരെ ഞങ്ങളുടെ സ്റ്റേ അടിക്കണ സ്ഥലത്തേക്ക് പോയി. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആകെ എത്ര ഒരു 5 minute വാക്കാണ് അങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ നടക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് സംഭവം എത്തുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഊബർ വിളിച്ച് പോയാൽ മതിയായിരുന്നു എന്ന്. അങ്ങനെ നടന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എത്തി ഞങ്ങളവിടെ. പിന്നെ നേരെ ഹോട്ടലിൽ കയറിയിട്ട് റൂമൊക്കെ എങ്ങനെയുണ്ട് നോക്കിയിട്ട് ഞങ്ങൾ വേഗം പോയി ഫ്രഷപ്പായിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഫുഡ് അടിക്കാൻ പോയി. റൂമൊക്കെ ഒരു ഓക്കെ ആയിരുന്നു. പിന്നെ എപ്പോഴും മറ്റേ LPGയുടെ ഷോർട്ടേജൊക്കെ ഉള്ള കാരണം ഹോട്ടൽസിലൊക്കെ 2 ദോശ വാങ്ങിയപ്പോൾ തന്നെ ഗൈസ് 98 rupees ആയി. അതൊക്കെ വിട്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ അവിടുത്തെ അടുത്തുള്ളൊരു ബീച്ചിലേക്ക് പോകാൻ വിചാരിച്ചു. ഗൈസ്, നമ്മൾ ബീച്ചിലേക്ക് പോവുകയാണ്. പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ കയറി ബീച്ചിലേക്ക് എത്തി ഗൈസ്. അങ്ങനെ സെറ്റ് അടിപൊളി നൈസ് ആംബിയൻസ് ഉള്ളൊരു ബീച്ചായിരുന്നു. ബീച്ചിൻ്റെ പേരെന്തായിരുന്നു? NITK സൂരത്കൽ ബീച്ച് അങ്ങനെ എന്തോ ആയിരുന്നു. പറയാതിരിക്കാൻ വയ്യ, ഒരു അടിപൊളി ബീച്ചായിരുന്നു. ബീച്ചൊക്കെ എല്ലാ ബീച്ചും ഒരേപോലെ, മറ്റേ ഈവനിങ് ബീച്ചിലേക്ക് പോണ വൈബ്, അതും ഫ്രണ്ട്സിൻ്റെ ഒപ്പം അടിപൊളിയല്ലേ. വെള്ളത്തിൽ ഇറങ്ങില്ല വെച്ചിട്ട് എക്സ്ട്രാ ജോഡി ഡ്രസ്സൊന്നും എടുക്കാതെ പോയതാണ്. നനഞ്ഞു കുളിച്ചിട്ടാണ് കയറിയത്. പിന്നെ അങ്ങനെ തന്നെ ബസ്സിൽ പോകണം. ബസ്സിലാണല്ലോ വന്നത്, ബസ്സിൽ തന്നെയാണ് പോകേണ്ടതും. അങ്ങനെ ഹോട്ടലിൽ എത്തിയിട്ട് ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാൻ ഇറങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് ഫസ്റ്റ് കണ്ട ഹോട്ടലിൽ തന്നെ കയറി. ഞങ്ങൾ അവിടെ നിന്ന് എന്തോ ചിക്കൻ ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലിയൊക്കെ ഓർഡർ ചെയ്ത് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് അങ്ങനെ കഴിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ. അടുത്ത വ്ളോഗിൽ കാണാം.